ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ സർ. അപ്പൊ കേരളത്തിലെ ബിടെക് സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ന്യൂ ഇയർ ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാവും. യെസ്, എന്താണെന്ന് അറിയുന്നതിന് മുൻപേ നിങ്ങൾക്കറിയാം അതൊരു ബുക്കാണെന്നല്ലേ. ഈ ബുക്ക് എന്ന് പറയുന്നത് എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളിലുള്ളതെന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നുള്ള കാര്യം എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് തന്നാൽ പോലും അത് അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കണമെന്ന് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ടീമിന് അത്രത്തോളം നിർബന്ധമാണ്. സോ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ഗിഫ്റ്റ് എന്താണെന്നും ഇതിന്റെ ബാക്കിൽ കുറെ രഹസ്യങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം അല്ലെ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്തേ, ഇപ്പൊ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, യെസ് മക്കളെ, എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേറിയ ഒരു ഫീൽഡ് ആണ് എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെ. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എഞ്ചിനീയറിംഗ് എത്രത്തോളം ബുദ്ധിമുട്ടാണോ? എഞ്ചിനീയറിംഗ് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ലേ? നല്ലൊരു എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ സെറ്റിൽ ആകില്ലേ? അപ്പോ നിങ്ങൾ എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ്, നിങ്ങൾ എല്ലാവരും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ എല്ലാവരും നല്ല പ്രിപ്പയർഡ് ആയി പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരു കൂട്ടുകാരന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരുടെ ആവശ്യം കൂടെ ഉണ്ട് അല്ലെ. അതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഗിഫ്റ്റ് എന്നുള്ളത്. കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് നമുക്ക് പഠിച്ചു പോകാം. എഞ്ചിനീയറിംഗ് ഡസന്റ് നീഡ് മോർ പ്രഷർ, ഇറ്റ് നീഡ്സ് ക്ലാരിറ്റി അല്ലെ. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും പ്രഷർ 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 നിങ്ങൾ പറയരുത്. ഓക്കെ, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പ്രഷർ അല്ല. എന്തുകൊണ്ട് പ്രഷർ എന്ന് ഫീൽ ചെയ്യുന്നു? ബിക്കോസ് നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി എഞ്ചിനീയറിംഗ് പഠിക്കാം. നിങ്ങൾക്ക് കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിനെ പ്ലാൻ ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾക്കായി യെസ് തന്നിരിക്കുന്നത്. എന്താ? ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ സെം പ്ലാനർ വേർഷൻ 1.0 ഒരു ബുക്കാണ്. ഈ ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കളർഫുൾ ആയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിൽ ചെയ്യാനുള്ള ഒരു ബുക്കാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ സെം പ്ലാനർ വേർഷൻ 1.0 എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ സെം പ്ലാനർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്ലാനർ, എ ഫ്രണ്ട് ദാറ്റ് വാക്സ് വിത്ത് യു ഓൾ സെമസ്റ്റർ. മക്കളെ, നിങ്ങളുടെ സെമസ്റ്ററിന്റെ തുടക്കം മുതൽ നിങ്ങളുടെ സെമസ്റ്ററിന്റെ അവസാനം വരെ നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് ആണ് മക്കളെ ഈ സെം പ്ലാനർ എന്ന് പറയുന്നത്. ഇനി നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ പ്രോപ്പറായിട്ട് സെമസ്റ്റർ ഫുൾ റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങൾക്ക് എപ്പോഴും ക്യാരി ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ട് ആണ് മക്കളെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ സെം പ്ലാനർ വേർഷൻ 1.0. ഓക്കെ, എന്താണ് നമ്മൾ സെം പ്ലാനർ നോക്കാം. എന്തിനാണ് ഈ സെം പ്ലാനർ എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് സെം പ്ലാനർ ഡിസൈൻ ചെയ്ത് എഞ്ചിനീയറിംഗ് മക്കൾക്ക് വേണ്ടി തരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എവറി സ്റ്റുഡന്റ് നോസ് ദിസ് ഫീലിംഗ് അല്ലെ. എന്താണ് ആ ഫീലിംഗ്? ഐ വോണ്ട് ടു സ്റ്റഡി ബട്ട് ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട് അല്ലെ. നിങ്ങളും ഞാനും ഒക്കെ ചിന്തിക്കുന്ന കാര്യമാണ്. നമുക്ക് പഠിക്കണം, പക്ഷേ നമുക്ക് എവിടെ പഠിക്കണമെന്നോ, എങ്ങനെ പഠിക്കണമെന്നോ, എവിടെ തുടങ്ങണമെന്നോ ഒരു ഐഡിയ ഇല്ല അല്ലെ. നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അതേപോലെ ഡേയ്സ് ആർ പാസിംഗ് ബട്ട് ഐ കാൺട്ട് സീ പ്രോഗ്രസ്. ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രോഗ്രസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേയും ഇപ്പോഴത്തെ കാര്യം നിങ്ങൾക്കറിയാം, വളരെ പെട്ടെന്ന് സമയം കടന്നു പോയത് അല്ലെ. ഇനി ഈ ദിവസം മുതൽ എഞ്ചിനീയറിംഗ് തീരുന്ന ദിവസം വരെ വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ കടന്നു പോകും. ഇപ്പൊ ഡേയ്സ് ആർ പാസിംഗ് വളരെ സ്പീഡായിട്ട് പോകുന്നുണ്ട്, പക്ഷെ പ്രോഗ്രസ് ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. ഞാൻ ഇത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു പ്രോഗ്രസ് കാണുന്നില്ലല്ലോ. ഞാൻ ചെയ്യുന്ന വേ കറക്റ്റ് ആണോ, ഞാൻ പോകുന്ന വേ കറക്റ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലെ. നമുക്ക് എല്ലാവർക്കും സൊല്യൂഷൻ ഉണ്ട്. എക്സാംസ് കം സഡൻലി ആൻഡ് പാനിക് ടേക്സ് ഓവർ. ഒരു സെമസ്റ്റർ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സെമസ്റ്റർ തീരും, പരീക്ഷ എത്തും, പാനിക് ആവാൻ തുടങ്ങും നമ്മൾ അല്ലെ. ദിസ് സെം പ്ലാനർ വാസ് ക്രിയേറ്റഡ് ടു റിമൂവ് കൺഫ്യൂഷൻ ഫസ്റ്റ്, മാർക്സ് കം നെക്സ്റ്റ് അല്ലെ. അപ്പൊ ഈ സെം പ്ലാനറിന്റെ മെയിൻ ഉദ്ദേശം തന്നെ എന്താണ്? നിങ്ങളുടെ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്ലാരിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്സ് ഓട്ടോമാറ്റിക്കലി ബാക്കിൽ വന്നോളൂ. ക്ലിയർ അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരെയാണ് നമ്മുടെ സെം പ്ലാനർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ ഒരു സ്റ്റുഡന്റിന്റെ റിയൽ പ്രോബ്ലം എന്താണ്? യുവർ ബ്രെയിൻ ഈസ് ഓവർലോഡ്, നോട്ട് ലേസി. ഇപ്പോ നിങ്ങളുടെ ടീച്ചേഴ്സോ, നിങ്ങളുടെ പാരന്റ്സോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ, നിങ്ങളുടെ ഫ്രണ്ട്സോ പോലും ചിലപ്പോൾ പറയുന്നുണ്ടാവും നിങ്ങൾ ലേസി ആണെങ്കിൽ അല്ലെ. ഇപ്പൊ ചിലർക്ക് ലേസി ആണെങ്കിലും ചിലരൊക്കെ ലേസി അല്ല. പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഓവർലോഡഡ് ആണ്. നമുക്ക് പല കാര്യങ്ങൾ ചിലപ്പോൾ ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല.
നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം. നമ്മുടെ ബ്രെയിൻ ഓവർലോഡഡ് ആണ് അല്ലേ? സയൻസ് എന്താന്ന് പറയുന്നത് മക്കളെ? സയൻസ് എന്താ പറയുന്നത്? ടു മെനി ഡെസിഷൻസ് ലീഡ്സ് ടു മെന്റൽ ഫാറ്റിക്. മെന്റൽ ഫാറ്റിക് ലീഡ്സ് ടു പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഓരോ കാര്യങ്ങളും നാളത്തേക്ക് നാളെ നീളെ, അതാണ് പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ ലാസ്റ്റ് എന്ത് തരും? ഗിൽറ്റ് ആൻഡ് ആൻസൈറ്റി. അയ്യോ, ഞാൻ ഇത് ഇത്രയും ദിവസം മുമ്പ് ചെയ്യേണ്ടതാണല്ലോ, ഞാൻ ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഗിൽറ്റ് നിങ്ങൾക്ക് തോന്നും. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ടു മെനി ഡിസിഷൻസ്, മെന്റൽ ഫാറ്റിക്, പ്രോക്രാസ്റ്റിനേഷൻ ലീഡ്സ് ടു ഗിൽറ്റ് ആൻഡ് ആൻസൈറ്റി. ഇത് സയൻസ് പറയുന്ന കാര്യമാണ്. ഓക്കെ, നോട്ട് ലാക്ക് ഓഫ് ഇന്റലിജൻസ്, നോട്ട് ലാക്ക് ഓഫ് എഫേർട്ട്, ലാക്ക് ഓഫ് സ്ട്രക്ചർ ആൻഡ് ട്രാക്കിംഗ്. അപ്പൊ നിങ്ങൾക്ക് ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് നന്നായിട്ട് പഠിക്കാൻ കഴിയാത്തത് നിങ്ങൾ ലേസി ആയത് കൊണ്ടല്ല മക്കളെ. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പഠന രീതി നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ട് എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് അല്ലെ? അതാണ് ലാക്ക് ഓഫ് സ്ട്രക്ചറും അതേപോലെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ കറക്റ്റ് ആയിട്ട് പ്രോഗ്രസ്സിൽ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് ഇന്റലിജൻസ് ഇല്ലാത്തത് കൊണ്ടോ നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാത്തത് കൊണ്ടോ അല്ല നിങ്ങൾ ലേസി ആകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം തോൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് ഇന്റലിജൻസിന്റെ കുറവല്ല, നിങ്ങളുടെ എഫേർട്ടിന്റെ കുറവല്ല. പകരം നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പഠനം ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം അല്ലെ? ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് സെം പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ടാണ് ഈ സെം പ്ലാനർ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ന്യൂറോ സയൻസ് ഫാക്ട്സ് എന്ന് നോക്കാം. വൈ ദിസ് ബുക്ക് ആക്ച്വലി വർക്ക്സ്. സെം പ്ലാനർ വേർഷൻ 1.0 ഈസ് ഡിസൈൻഡ് യൂസിങ് കോഗ്നിറ്റീവ് ലോഡ് തിയറി. ഈ ബുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോഗ്നിറ്റീവ് ലോഡ് തിയറി ബേസ്ഡ് ആണ്. അതായത് എന്താണ് ഈ കോഗ്നിറ്റീവ് ലോഡ് തിയറി പറയുന്നത്? ഫ്യൂവർ ഡിസിഷൻസ്, മോർ ഫോക്കസ്. നിങ്ങൾ വളരെ കുറച്ച് ഡിസിഷൻസ് എടുത്ത് നോക്കൂ, വളരെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നോക്കൂ, വളരെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് വളരെയധികം ഫോക്കസ് കിട്ടും. നിങ്ങൾ സെം പ്ലാനർ യൂസ് ചെയ്യുന്നതിലൂടെ ഇത് പോസിബിൾ ആണ്, ഈ കാര്യം പോസിബിൾ ആണ്. സോ കോഗ്നിറ്റീവ് ലോഡ് തിയറി നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഈ ചങ്ക് പ്ലാനിങ് എന്നൊരു സംഭവമുണ്ട്. എന്താ ചങ്ക് പ്ലാനിങ്? സ്മോൾ ടാസ്ക്, സ്റ്റഡി മോട്ടിവേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ടാസ്കുകളാക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ഒരുപാട് മൊഡ്യൂൾസ് പഠിക്കാനുണ്ടാവും. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കണമല്ലോ എന്ന് വിചാരിക്കരുത്. ഈ മൊഡ്യൂൾസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്മോൾ ടാസ്കുകളാക്കി മാറ്റുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റഡി മോട്ടിവേഷൻ കിട്ടും. കാരണം ഒരു സ്മോൾ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി യെസ് എന്നെ കൊണ്ട് സാധിച്ചു, എന്നെ കൊണ്ട് പറ്റി, ആ ഒരു മോട്ടിവേഷൻ കിട്ടും. അത് വെച്ച് ആ ഒരു മോട്ടിവേഷന്റെ പവറിൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ടാസ്കിലേക്ക് നമ്മൾ പോകും. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുമ്പോട്ട് പോകുന്നത്. ക്ലിയർ അല്ലേ? ദെൻ സ്പേസ് റിവ്യൂ. എന്താണ് സ്പേസ് റിവ്യൂ? സ്ട്രോങ്ങർ മെമ്മറി ഫോർമേഷൻ. അതായത് കൃത്യമായി പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായി റിവിഷൻ ചെയ്യുക. നിങ്ങളുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് കൃത്യമായി റിവ്യൂ ചെയ്യുക. ഓക്കെ, ഇതിലൂടെ നിങ്ങളുടെ മെമ്മറി സ്ട്രോങ്ങർ ആകും. ദെൻ പ്രെഡിക്റ്റബിൾ റുട്ടീൻസ്. ഈ സെം പ്ലാനർ യൂസ് ചെയ്ത് നിങ്ങളുടെ സെമസ്റ്റർ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ അക്കാഡമിക്സ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന്റെ കൂടെ ബ്രെയിൻ ഫീൽസ് സേഫ് ആൻഡ് കാം. കാരണം എന്താ? നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പോകുന്നത്, കൃത്യമായിട്ട് പ്ലാനിങ്ങിലാണ് പോകുന്നത്. അപ്പം ബ്രെയിൻ അധികം സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്ത് ചെയ്യുന്നു? ബ്രെയിൻ ഫീൽസ് വെരി സേഫ് ആൻഡ് കാം. അപ്പൊ നിങ്ങൾക്ക് ബ്രെയിൻ സേഫ് ആൻഡ് കാം ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും, ഒരുപാട് ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റും, ടെൻഷൻ ഉണ്ടാവില്ല, നിങ്ങൾ സ്ട്രോങ്ങർ ആയിരിക്കും. A calm brain learns faster and remembers longer. എല്ലാവരും ശ്രദ്ധിക്കാം മക്കളെ, നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ടെൻഷൻ ഫ്രീ ആയിരിക്കണം, നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കാം ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേഗത്തിൽ പഠിക്കാൻ പറ്റുള്ളൂ, വേഗത്തിൽ അറിവ് നേടാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ലോങ് ടേമിലേക്ക് നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും ടെൻഷൻ അടിച്ചടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അവർക്ക് കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാ? അവരുടെ ബ്രെയിൻ കാം അല്ല. നിങ്ങളുടെ ബ്രെയിൻ കാം ആക്കണം. അപ്പൊ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യാം, ലോങ്ങർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ റിമെമ്പർ ചെയ്ത് വെക്കാം.
അപ്പൊ ഇതിനൊക്കെ വേണ്ടത് കൃത്യമായ പ്ലാനിങ് ആണ്. അതാണ് സെം പ്ലാനർ, സെമസ്റ്റർ പ്ലാനർ അല്ലെ. കൃത്യമായ പ്ലാനിങ് ആണ് മക്കളെ നിങ്ങൾക്ക് വേണ്ടത്. അത് നമുക്ക് സെം പ്ലാനർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ പ്ലാനർ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ആണ് അല്ലെ. ദിസ് ബുക്ക് ഡസൻ ഷൗട്ട്, ഇറ്റ് ഗൈഡ്സ് അല്ലെ. നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളോട് ഷൗട്ട് ചെയ്യും, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് ഷൗട്ട് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് ഷൗട്ട് ചെയ്യും, നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളോട് ഷൗട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ സെം പ്ലാനർ നിങ്ങളോട് ഷൗട്ട് ചെയ്യില്ല. പകരം എന്താ ചെയ്യാന്നറിയോ? നിങ്ങളെ ഗൈഡ് ചെയ്യാം. നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളുടെ ബാഗിൽ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഉണ്ടാവും, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഗൈഡ് ചെയ്യുന്നത്? സെം പ്ലാനർ ഹെൽപ്സ് യു ഓർഗനൈസ് യുവർ സെമസ്റ്റർ ക്ലിയർലി. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഫ്രണ്ടാണ്. ഓക്കെ, ഈ ഫ്രണ്ട് എന്താ ചെയ്യുക? നിങ്ങളുടെ സെമസ്റ്റർ കൃത്യമായി ഓർഗനൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്റ്റേ ഹോണസ്റ്റ് വിത്ത് യുവർ എഫേർട്ട്. നിങ്ങളുടെ എഫേർട്ടിൽ ഹോണസ്റ്റ് ആയിരിക്കും, കാരണം ഈ ഫ്രണ്ടിനെ നിങ്ങൾ ഉപയോഗിക്കാം. റിക്കവർ ഫ്രം സ്ലോ വീക്സ്. നിങ്ങളുടെ ഇതുവരെയുള്ള ആഴ്ചകൾ, ദിവസങ്ങൾ എന്ന് പറയുന്നത് പതുക്കെ നീണ്ടു പോയതായിരിക്കും, ഒരു പ്രോഗ്രസീവ് അല്ലാതെ പോയതായിരിക്കും. പക്ഷെ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഈ സ്ലോ വീക്സിൽ നിന്നും നിങ്ങൾ റിക്കവർ ആകുന്നു, നിങ്ങൾ സ്മാർട്ട് ആകാൻ പോകുന്നു. കീപ് മൂവിങ് വിത്തൗട്ട് പ്രഷർ. ഒരു പ്രഷർ ഉണ്ടാവില്ല സെം പ്ലാനർ യൂസ് ചെയ്താൽ. കാരണം എന്താ? സെം പ്ലാനർ കാരണം നിങ്ങൾ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് മുമ്പോട്ട് പോകും. അപ്പൊ പിന്നെ പ്രഷർ ഇല്ല, ടെൻഷൻ ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ ബ്രെയിനിനെ കാം ആക്കി വെക്കാനായിട്ട് പറ്റും. നോ ജഡ്ജ്മെന്റ്, നോ ഗിൽറ്റ്, ജസ്റ്റ് സപ്പോർട്ട് അല്ലെ. നിങ്ങൾക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ സപ്പോർട്ടാണ് മക്കളെ കൂടെ എപ്പോഴും ഒരാൾ അല്ലെ. ഈ സെം പ്ലാനർ നിങ്ങൾ ഉപയോഗിക്കാം, നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ല. ഇത് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവരും ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന ആൾക്കാരല്ലേ, ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് പോകാനല്ലേ ഉള്ളൂ അല്ലെ. അപ്പോ ഇവിടെ ജഡ്ജ്മെന്റ് ഇല്ല, ഗിൽറ്റ് ഇല്ല മക്കളെ, സപ്പോർട്ട് മാത്രം. ഓക്കെ, ശരി. ഇനി ഈ സെം പ്ലാനറിൽ നിങ്ങൾക്ക് വീക്ക്ലി പ്ലാനിങ് ചെയ്യാൻ പറ്റും. വീക്ക്ലി നിങ്ങളെ തന്നെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. വീക്ക്ലി മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് അടുത്തതിലേക്ക് പറയാം. അപ്പൊ വീക്ക്ലി പ്ലാനിങ്, 1 വീക്ക് അറ്റ് എ ടൈം. നിങ്ങൾ ഡെയിലി ഒന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡെയിലി നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യോ വേണ്ട. 1 വീക്ക് അറ്റ് എ ടൈം. ഓരോ ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുക. വിത്ത് വീക്ക്ലി പ്ലാനിങ് യു ക്യാൻ ഡിസൈഡ് വാട്ട് റിയലി മാറ്റേഴ്സ് ദിസ് വീക്ക്. അപ്പൊ ആഴ്ച തോറും നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്താണ് ഈ ആഴ്ച കൊണ്ട് ചെയ്തു തീർക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആഴ്ച എന്നെ ഇരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പെൻഡിങ് ഇട്ട കാര്യങ്ങൾ ഈ ആഴ്ച എനിക്ക് ചെയ്യേണ്ടത്. സോ ഡിസൈഡ് വാട്ട് റിയലി മാറ്റേഴ്സ് ദിസ് വീക്ക്. ഈ ആഴ്ചയിൽ എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നും നടക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ബാലൻസ് കോളേജ്, റിവിഷൻ ആൻഡ് റെസ്റ്റ്. ഓക്കെ, അതായത് ഈ സെം പ്ലാനർ യൂസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ബുക്കിൽ നിങ്ങൾ ഫിൽ ചെയ്ത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കോളേജും റിവിഷനും അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, കാരണം പലപ്പോഴും ഇങ്ങനെ ഒരു ബുക്ക്, ഇങ്ങനെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയി പ്ലാൻ ചെയ്യും? നിങ്ങൾ മൊബൈൽ നോട്ട്സിൽ ഇങ്ങനെ കുറിച്ചിടോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് പേന എടുത്ത് എവിടെ എഴുതി വെക്കോ, അത് എവിടെയിലൊക്കെ പോകും. അങ്ങനെയില്ല, കൃത്യമായ ഒരു പ്ലാന് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം അല്ലെ. അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് പാനിക്. ഉറപ്പായിട്ട് മക്കളെ ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഈ സെം പ്ലാനർ നിങ്ങൾ ഡേ 1 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഷുവർ ആണ് മക്കളെ, ഈ ബുക്ക് യൂസ് ചെയ്യുന്ന എല്ലാ മക്കൾക്കും മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാടധികം മാറ്റങ്ങൾ ഉണ്ടാവും. ആൻഡ് യു വിൽ താങ്ക് us later. Okay, feels small wins every week. ഇതൊക്കെ അകത്തുള്ള കണ്ടന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ ആഴ്ചയും നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വിസിബിൾ ആണ് മക്കളെ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും, അയ്യോ കഴിഞ്ഞ ആഴ്ച ഞാൻ എങ്ങനെയായിരുന്നു, ഈ ആഴ്ച ഞാൻ ഇത്രയും ബെറ്റർ ആയോ, ഓ ഈ ആഴ്ച ഞാൻ കുറച്ച് ബോറായി പോയി, കുഴപ്പമില്ല അടുത്ത ആഴ്ച ബെറ്റർ ആക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സെമസ്റ്റർ ഫ്രം ഡേ 1 ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും മക്കളെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിൽ ചേഞ്ച് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ബിക്കോസ് ഇത് ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. വീക്ക്ലി ക്ലാരിറ്റി റെഡ്യൂസസ് ഡെയിലി സ്ട്രെസ്. ഡെയിലി സ്ട്രെസിന്റെ ആവശ്യമേ ഇല്ല. വീക്ക്ലി ഉള്ള ക്ലാരിറ്റി, കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു, ഇനി വരാൻ പോകുന്ന ആഴ്ച എന്താണ്, കൃത്യമായി ആഴ്ചകൾ വെച്ചുള്ള കളിയാണ് മക്കളെ. ബെറ്റർ ആകാനായിട്ട് പറ്റും. വീക്ക്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലിയോട് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒരു സെമസ്റ്ററില്ലേ, അപ്പൊ ആഴ്ച തോറുള്ള ഇവാലുവേഷൻ മാത്രം മതിയോ? പോരാ.
ആഴ്ച തോറും ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മാസം കഴിഞ്ഞല്ലോ. ആ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. ദാറ്റ് ഇസ് മന്ത്ലി പ്രോഗ്രസ് ട്രാക്കിംഗ് ഇതിലുണ്ട്. ഇപ്പൊ വീക്ക്ലി പ്രോഗ്രസ് ട്രാക്കിംഗ് ഉണ്ട്, മന്ത്ലി പ്രോഗ്രസ് ട്രാക്കിംഗ് ഉണ്ട് അല്ലെ. എന്താണ് നമുക്ക് നോക്കാം. സീ യുവർ ഗ്രോത്ത്, നോട്ട് ജസ്റ്റ് യുവർ സിലബസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഗ്രോത്ത് വിസിബിൾ ആയിരിക്കും. നിങ്ങളുടെ ഗ്രോത്ത് വിസിബിൾ ആയിരിക്കും. ആഴ്ച തോറുള്ള നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഞാൻ ഒരു മാസം കൊണ്ട് ഞാൻ ഇത്ര മാറിയോ, എന്റെ ലൈഫ് ഇത്ര മാറിയോ, ഞാൻ ഇത്ര പ്രൊഡക്റ്റീവ് ആയോ, ഞാൻ ഇത്ര ബെറ്റർ ആയോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യും മക്കളെ. മന്ത്ലി ട്രാക്കിംഗ് ഹെൽപ്സ് യു മെഷർ കൺസിസ്റ്റൻസി. നിങ്ങളുടെ കൺസിസ്റ്റൻസി ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ കൺസിസ്റ്റൻസി മെഷർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഐഡന്റിഫൈ വീക്ക് സബ്ജക്ട്സ് ഏർലി. നിങ്ങളുടെ സബ്ജക്ട്സ് ഏതൊക്കെയാണ്, നിങ്ങളുടെ വീക്ക് സബ്ജക്ട്സ് ഏതൊക്കെയാണ്, നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്ട്സ്, നിങ്ങൾ ഏതൊക്കെ ഏരിയയിലാണ് വീക്ക്, ഏതൊക്കെ ഏരിയയിൽ നിങ്ങൾ സ്ട്രോങ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. ദെൻ അഡ്ജസ്റ്റ് പ്ലാൻസ് സയന്റിഫിക്കലി അല്ലെ. അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിയുന്ന സമയത്ത് പക്ക സ്ട്രക്ചർഡ് ആയിട്ടുള്ള പ്ലാനിങ് ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ സയന്റിഫിക്കലി പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും ബൈ യൂസിങ് ദ സെം പ്ലാനർ. ബിൽഡ് കോൺഫിഡൻസ് മന്ത് ബൈ മന്ത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ മാസത്തെയും നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ തന്നെ കാണുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ മോർ ആൻഡ് മോർ സ്മാർട്ട് ആയിക്കൊണ്ടേയിരിക്കും. സോ ട്രാക്കിംഗ് പ്രോഗ്രസ് റിലീസസ് മോട്ടിവേഷൻ കെമിക്കൽസ് ഇൻ ദ ബ്രെയിൻ. പഠിച്ചോളൂ അല്ലെ. അപ്പോ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് തന്നെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ ബെറ്റർമെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രോഗ്രസീവ്ലി ഇംപ്രൂവ് ആവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് മോട്ടിവേഷൻ കെമിക്കൽസ് നിങ്ങളുടെ ബ്രെയിനിൽ സെക്രീറ്റ് ആകാൻ തുടങ്ങും. നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആകും. നിങ്ങൾ അഗെയിൻ ആൻഡ് അഗെയിൻ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ഇനി ഈ സെം പ്ലാനറിന്റെ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സ് മക്കളെ. ഈ സെം പ്ലാനർ ഇപ്പൊ ഒരു ബുക്ക് അല്ലാതെ വെറും ഒരു ബുക്ക് അല്ലാതെ ഇപ്പൊ മനസ്സിലായില്ലേ. ഈ സെം പ്ലാനർ ഉപയോഗിക്കുമ്പോഴുള്ള നിങ്ങളുടെ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. വാട്ട് ചേഞ്ചസ് ഇൻസൈഡ് യു. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് റെഡ്യൂസ് ആൻസൈറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തൊക്കെ പ്രോഗ്രസുകൾ കണ്ടു തുടങ്ങും. നിങ്ങളുടെ ആൻസൈറ്റി കുറയും മക്കളെ. നിങ്ങൾ ഒരു സ്ഥലത്തും കൗൺസിലിങ്ങിനും പോണ്ട, നിങ്ങൾ ഒരു സ്ഥലത്തും പൈസ കൊണ്ട് കളയണ്ട, നിങ്ങൾ ഒരു സ്ഥലത്തും പോണ്ട. കൃത്യമായി സെം പ്ലാനർ യൂസ് ചെയ്ത് ഈ കമ്മിങ് സെമസ്റ്റർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് മുമ്പോട്ട് പോയി നോക്കൂ. നിങ്ങളുടെ ആൻസൈറ്റി റെഡ്യൂസ് ആവും, നിങ്ങളുടെ ഫോക്കസ് ഇൻക്രീസ് ആവും. യു വിൽ ഗെറ്റ് ബെറ്റർ ഫോക്കസ്. ഇംപ്രൂവ്ഡ് സെൽഫ് ട്രസ്റ്റ്. നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് നിങ്ങളെ തന്നെ മാനേജ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. ദെൻ ലെസ് പ്രോക്രാസ്റ്റിനേഷൻ. നാളെ ചെയ്യാം നിങ്ങളെ ചെയ്യാനുള്ള പരിപാടി ഒന്നുമില്ല, അപ്പോഴപ്പോഴായിട്ട് നിങ്ങൾ ചെയ്തു പോകും. കാരണം എന്താ, ഞാൻ എന്താണ് ഇന്നലെ ചെയ്തതെന്നും ഞാൻ എന്താണ് കഴിഞ്ഞ ആഴ്ച ചെയ്തതെന്നും ഞാൻ എന്താണ് കഴിഞ്ഞ മാസം ചെയ്തതെന്നും എനിക്ക് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ കൃത്യമായ പ്രോഗ്രസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ പ്രോക്രാസ്റ്റിനേഷൻ ഇല്ല. കാരണം ഞാൻ ഓൾറെഡി ചെയ്തു, അപ്പൊ ഇനി നാളെ ഇത് ചെയ്യണം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നാളെ അല്ലെ. മാറ്റി വെക്കൽ പരിപാടിയില്ല. മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യത്തില്ല, മറന്നു. ഇപ്പോ ലെസ് പ്രോക്രാസ്റ്റിനേഷൻ. ദെൻ കാം കോൺഫിഡൻസ് ബിഫോർ എക്സാംസ്. നിങ്ങൾ പ്രോഗ്രസീവ്ലി മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം ടൈം ആവുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ വളരെ കാമായിരിക്കും, വളരെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. പ്ലാനിങ് ഗിവ്സ് ഇമോഷണൽ സേഫ്റ്റി. മക്കളെ പഠിച്ചോളൂ. പ്ലാനിങ് ഗിവ്സ് ഇമോഷണൽ സേഫ്റ്റി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലായില്ലേ. അപ്പൊ അത് പ്ലാൻ ചെയ്യാനുള്ള ഒരു ബുക്കാണ് മക്കളെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ സെം പ്ലാനർ വേർഷൻ 1.2. Gen Z റിയൽ ടോക്ക്. യു ഡോണ്ട് നീഡ് 12 hours സ്റ്റഡി ഡേയ്സ് അല്ലെ. എല്ലാരും പറയും പഠിക്കുക. ഇപ്പൊ വീട്ടിലേക്ക് പാരന്റ്സ് ഫുൾ പറയുന്നുണ്ടാവും പഠിക്കുക അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എത്ര മണിക്കൂർ പഠിക്കണം? 12 മണിക്കൂർ പഠിക്കണം, 18 മണിക്കൂർ പഠിക്കണം, 24 മണിക്കൂർ പഠിക്കണം അല്ലെ. മക്കളെ 12 മണിക്കൂറോ 24 മണിക്കൂറോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നില്ല. എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത്? നിങ്ങൾക്കൊരു ക്ലിയർ ഡയറക്ഷൻ ഉണ്ടാവുമ്പോൾ. ഞാൻ എന്ത് പഠിക്കുന്നു, എന്തിനു പഠിക്കുന്നു, എങ്ങോട്ടേക്ക് എന്റെ ലൈഫ് പോകാൻ വേണ്ടി ഞാൻ പഠിക്കുന്നു, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും സമയം മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കും. ദെൻ റിയലിസ്റ്റിക് പ്ലാൻ. അപ്പോ ഒരു മാസം കഴിയുമ്പോൾ അതാകും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആകുമ്പോൾ അതാകും, അല്ലെങ്കിൽ അടുത്ത സെമസ്റ്റർ ആകുമ്പോൾ ഞാൻ ഇങ്ങനെയാവും അങ്ങനെയാവും. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങോ പ്രഡിക്ഷൻസോ ഒന്നുമല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാനിങ് നമുക്ക് കിട്ടും. ദെൻ എ സിസ്റ്റം ദാറ്റ് ഗ്രോസ് വിത്ത് യു. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സ്ട്രക്ചർ സിസ്റ്റം ഗ്രോ ചെയ്യാൻ തുടങ്ങും. ആ സിസ്റ്റത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റൺ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്.
സോ സെം പ്ലാനർ ഹെൽപ്സ് യു സ്റ്റഡി സ്മാർട്ടർ നോട്ട് ഹാർഡർ. നല്ല സ്മാർട്ടായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സെം പ്ലാനർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹാർഡായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സെം പ്ലാനറിനെ കൂട്ടുപിടിക്കുക, മുമ്പോട്ട് പോവുക. ഇതോ ഒരു ഫ്രണ്ടാണ് സെം പ്ലാനർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ. സ്മാർട്ടായിട്ട് പഠിക്കുക മക്കളെ. എന്താണ് ഫ്രാങ്ക്ലിൻസ് ഫിലോസഫി? എഞ്ചിനീയറിംഗ് ഷുഡിൻ ഫീൽ ലൈക്ക് സർവൈവൽ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മക്കളെ, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്ത് പെട്ടുപോയല്ലോ. ഇത് ഇപ്പൊ പണ്ടൊക്കെ ഒരു മലയാളത്തിൽ ചൊല്ലുണ്ട്, എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം. അതാണ് ഒരു മോഡ് ഓഫ് സർവൈവൽ. അങ്ങനെയല്ല എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ആൾക്കാർ, എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം, 4 കൊല്ലം അല്ലെ പോട്ടെങ്കില്. ഓക്കെ, അങ്ങനെ പറയുകയും ചെയ്യരുത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് സർവൈവൽ. ഓക്കെ, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അത് മുമ്പോട്ട് പോകേണ്ടത് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് പ്ലാൻ ആൻഡ് സ്ട്രക്ചർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ നമ്മൾ എന്താണ് ബിലീവ് ചെയ്യുന്നത്? കൺഫ്യൂഷൻ ഈസ് എ സിസ്റ്റം പ്രോബ്ലം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു സിസ്റ്റം ബിൽഡ് ആകേണ്ടതുണ്ട്. ആ സിസ്റ്റം ബിൽഡ് ആകാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് വരുന്നത്. സ്റ്റുഡൻസ് ഡിസേർവ്സ് ക്ലാരിറ്റി അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തിനെ കുറിച്ച്, നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിനെ കുറിച്ചായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചായിക്കോട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന സമയത്തിനെ കുറിച്ചായിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന കോളേജിനെ കുറിച്ചായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗാങ്ങിനെ കുറിച്ചായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തിനും ഒരു ക്ലാരിറ്റി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. പ്ലാനിങ് ഈസ് എ ലൈഫ് സ്കിൽ. ലൈഫ് സ്കിൽ ഒക്കെ നിങ്ങൾ പഠിച്ച കുട്ടികളാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് മക്കളെ, ലൈഫ് സ്കിൽ. ഓക്കെ, അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മാത്രം വേണ്ടതല്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ജോബിന് പോയാലും നിങ്ങൾക്ക് പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ജോബിന് പോയില്ല, നിങ്ങൾ വേറെ എന്ത് പരിപാടിക്ക് പോയാലും പ്ലാനിങ് ഇമ്പോർട്ടന്റ് ആണ്. സോ പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ എന്നെ പണ്ടാലും പ്ലാൻ പണി പണ്ണും അല്ലെ. അപ്പൊ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എറേഴ്സ് ഇല്ല, ത്രെഡ്സ് ഇല്ല, ഒന്നുമില്ല, അടിപൊളിയാ. ഓക്കെ, സെം പ്ലാനർ ഈസ് അവർ പ്രോമിസ് ടു സ്റ്റാൻഡ് വിത്ത് യു. നിങ്ങളോട് കൂടെ ഉണ്ടാവും മക്കളെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് വിത്ത് അവർ സെം പ്ലാനർ. എന്തുകൊണ്ടാണ് വേർഷൻ 1.0? ഞാൻ കുറെ സമയം കൊണ്ട് പറയുന്നുണ്ട് സെം പ്ലാനർ വേർഷൻ 1.0, സെം പ്ലാനർ വേർഷൻ 1.0. എന്താണ് ഈ വേർഷൻ 1.0? എവറി സ്ട്രോങ് സിസ്റ്റം സ്റ്റാർട്ട് വിത്ത് വേർഷൻ 1. മക്കളെ, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ സെം പ്ലാനർ എന്ന് പറയുന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് സെം പ്ലാനർ. അതുകൊണ്ടാണ് വേർഷൻ 1.0. ഇതിലും വലുത് വരാനിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സെം പ്ലാനർ വേർഷൻ 1.0 എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇറ്റ്സ് വെരി പ്രാക്ടിക്കൽ. ഇറ്റ്സ് സെമസ്റ്റർ ലോങ്, ഒരു സെമസ്റ്റർ ഫുള്ളും ഉണ്ട്. ദെൻ ഇത് സ്റ്റുഡന്റ് ടെസ്റ്റഡ്. കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു ബുക്കാണ് സെം പ്ലാനർ. അത് വെറുതെ വാങ്ങിച്ച് ബാഗിൽ ഇട്ടാലോ വെറുതെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചാലോ അതിന്റെ ഗുണമൊന്നും കിട്ടില്ല. അത് നിങ്ങൾ ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് കേരളത്തിലെ എല്ലാ ബിടെക് സ്റ്റുഡൻസിനും ഫ്രീ ആയിട്ട് സെം പ്ലാനർ തരുന്നത്. ഓക്കെ, ഫ്യൂച്ചർ വേർഷൻസ് വിൽ ഇവോൾവ്. നേരത്തെ പറഞ്ഞതുപോലെ ക്ലാരിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പൊ ക്ലാരിറ്റിയോട് കൂടെയുള്ള ഇനിയും അധികം സെം പ്ലാനർ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് മാത്രമാണ്. ബാക്കിയുള്ള സെമസ്റ്റർകാരൊന്നും പേടിക്കേണ്ട. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾക്കായി ഇതിലും വലുത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. സോ ധൈര്യമായിരിക്കുക. ഓക്കെ, സോ ഇറ്റ്സ് ജസ്റ്റ് വേർഷൻ 1.0. ജസ്റ്റ് ഇമാജിൻ അബൌട്ട്, തിങ്ക് അബൌട്ട് വാട്ട് വിൽ ബി വേർഷൻ 2.0. എന്തായിരിക്കും വേർഷൻ 2.0? ഓക്കെ, കാത്തിരിക്കുക. ഫൈനൽ CTA കൃത്യമായി ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. പ്ലാൻ യുവർ സെമസ്റ്റർ, ട്രാക്ക് യുവർ പ്രോഗ്രസ്, ബിക്കം ബെറ്റർ കാംലി. ഓക്കെ, സോ സെമസ്റ്ററുകൾ മക്കളെ, ഈ ഒരു സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറയുന്നത് ബിടെക്കിൽ വളരെ ഇമ്പോർട്ടന്റ് സെമസ്റ്റർ. കാരണം പലരും ബിടെക്കിൽ ജോയിൻ ചെയ്ത ശേഷം ആദ്യത്തെ ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് ബിടെക്കുമായിട്ട് അഡാപ്റ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലായിരിക്കും, ഒരു സ്ട്രഗിളിലായിരിക്കും പലരും. പക്ഷെ സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ബിടെക്കിൽ യൂസ്ഡ് ആയി, എഞ്ചിനീയറിംഗിൽ യൂസ്ഡ് ആയി. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകണം, ചിന്തിച്ചു പോകണം, ക്ലിയർ ആയിട്ട് പോകണം. ഒരു ഗോൾ ഉണ്ടാവണം, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവണം അല്ലെ. അപ്പോ പ്ലാൻ യുവർ സെമസ്റ്റർ, ട്രാക്ക് യുവർ പ്രോഗ്രസ്, ബിക്കം ബെറ്റർ ആൻഡ് കാംലി. ഓക്കെ, സോ യെസ്, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് സെമസ്റ്റർ പ്ലാനർ അല്ലെങ്കിൽ സെം പ്ലാനർ വേർഷൻ 1.0 നിങ്ങൾക്കായി തരികയാണ് മക്കളെ. യുവർ അക്കാഡമിക് ഫ്രണ്ട് ഫോർ ദ എൻറ്റയർ സെമസ്റ്റർ. ഓക്കെ, സെക്കൻഡ് സെമസ്റ്റർ അടിച്ചു പൊളിച്ച് പഠിക്കാം മക്കളെ. എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് ആണ്,
കാരണം ഇത് ഒരുപാടധികം ചെലവേറിയ ഒരു കാര്യമാണ്. ഇത്രയും ചെലവാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് സെം പ്ലാനർ വേർഷൻ 1.0 തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ തന്നിരിക്കുക. ഓക്കെ, ഈ ഫ്രണ്ടിനെ നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങളിൽ മാറ്റം ഉണ്ടാകും. ആ മാറ്റം കണ്ടാൽ മാത്രം മതി. എത്ര 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 ലക്ഷങ്ങൾ ഇതിന്റെ പുറകെ ചെലവായി എന്നുള്ള കാര്യമല്ല. എന്റെ ഫ്രണ്ടിലുള്ള എന്റെ മക്കൾക്ക്, എന്റെ ബിടെക് സ്റ്റുഡൻസിന് ഇതുകൊണ്ട് ലൈഫിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് അത് തന്നെയാണ് വലുത്. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ടീമിന് അത് തന്നെയാണ് വലുത്. ഇത്രയധികം കുട്ടികൾ, ഇത്ര ആയിരക്കണക്കിന് കുട്ടികൾ കേരളത്തിലുണ്ട്. നിങ്ങൾ ആലോചിച്ചു എത്ര പേര് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലെ ടീം മെമ്പേഴ്സ് രാത്രി ഉറങ്ങാതെ പാക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇന്ന് എത്തിയെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ എല്ലാവരും ഉപയോഗിക്കുക മക്കളെ. നമ്മൾ ഒരുപാടധികം സമയം ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ മക്കളെ, നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക. നിങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നത് കാണണം. ഓക്കെ, അത് തന്നെയാണ് മക്കളെ ആ ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ എയിം എന്ന് പറയുന്നത്. നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങളുടെ കൂടെ ആയിരിക്കുക, നിങ്ങൾക്കൊരു വഴികാട്ടി ആയിരിക്കുക, നിങ്ങൾക്ക് നല്ലത് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ ലോകത്തിന്റെ വലിയ വലിയ ടെക് ജയന്റ്സ്, വലിയ വലിയ നിലകളിൽ നിങ്ങളെ എത്തിക്കുക. ഇതാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഗോൾ എന്ന് പറയുന്നത്. സോ എല്ലാവരും മസ്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് ഈ സെം പ്ലാനർ ഉപയോഗിക്കുക. ഓക്കെ, സോ യെസ്, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഈ ഒരു QR കോഡ് നിങ്ങൾ എല്ലാവരും സ്കാൻ ചെയ്യുക മക്കളെ. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ യൂട്യൂബ് ചാനലിലും അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയസിലൊക്കെ നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. എല്ലാവരും എന്ത് ചെയ്യുക, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിനെ ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ. എന്തൊക്കെ കാര്യങ്ങളാണ്, അപ്ഡേറ്റ്സ് ആണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾ തരാൻ പോകുന്ന അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയാസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ എല്ലാ മക്കളും ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് മക്കളെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ സെയിം പ്ലാനർ എന്താണെന്നുള്ള കാര്യം അല്ലേ. അപ്പൊ എല്ലാവരും ഇപ്പൊ ഇതിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗായ്സ്, ഓൾ ദി ബെസ്റ്റ്. മറക്കണ്ട, യൂസ് ഇറ്റ്. ഓക്കെ, ബൈ.